വിചാരിച്ചു. ഞാൻ സത്യം പറഞ്ഞ നിരാശനായിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത്. കാര്യം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും കുടുംബത്തെ കരകയറ്റണം, എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളെല്ലാം മാറണം. എൻ്റെ പേര് റോളൻഡ് സൈമൻ എന്നാണ്. ഞാൻ എൻ്റെ സ്ഥലം വർക്കലയിലുള്ള അയിരൂർ എന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടതും. ഒരു കത്തോലിക്ക സഭയുമായിട്ടാണ് ഞങ്ങളുടെ കുടുംബം ആരാധനയും മറ്റ് അതുപോലുള്ള ചടങ്ങുകളിലെല്ലാം പങ്കെടുത്തിരുന്നത്. എന്നാൽ കുറച്ച് ഞങ്ങളുടെ യൗവന കാലത്തിലേക്ക് എത്തിയപ്പോൾ സമയത്ത് ഒരു പള്ളിയുമായിട്ടുള്ള ഒരു നല്ലൊരു അഭേദ്യമായ ബന്ധം പ്രത്യേകിച്ച് ആ കുടുംബത്തിൽ എനിക്കുണ്ടായിരുന്നു. ഒരു പൂജയിൽ അല്ലെങ്കിൽ ആ മാസത്തിൽ രാവിലെ 6:30 തുടങ്ങി 7:30 അവസാനിക്കുന്ന ഒരു സമയമാണത്. ആ സമയത്ത് ചെറുപ്പക്കാരായിട്ട് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്കതൊരു വലിയൊരു സന്തോഷത്തിൻ്റെ സമയമായിരുന്നു. അപ്പം മറ്റുള്ള പള്ളിയിലുള്ള അധികാരികളും പ്രീസ്റ്റായാലും കന്യാസ്ത്രീമാരായിരുന്നാലും ഈ ഒരു വ്യത്യസ്തത എന്നെ കണ്ടു. കാര്യം എല്ലാ ചെറുപ്പക്കാരും കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് വന്ന് ഇവിടെ ഇങ്ങനെയുള്ള ഒരു ആത്മീയമായ ശുശ്രൂഷയിൽ ഭാഗമാക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഒരു വ്യത്യസ്തനാക്കുന്നു. അപ്പോൾ അവർക്ക് എന്നോട് വലിയൊരു സ്നേഹവും ആദരവൊക്കെ തോന്നി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഒരു ആശയം തോന്നി, എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ഒരു പ്രീസ്റ്റാക്കിക്കൂടാ. അങ്ങനെ എൻ്റെ അടുത്ത് സമീപിച്ചു. എനിക്ക് ഒരു പ്രീസ്റ്റ് ആകുന്നതിനോട് എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ലായിരുന്നു. കാര്യം ഒരു ആത്മീയമായിട്ട് നല്ലൊരു ഒരു സന്തോഷമുള്ളൊരു സമയമായിരുന്നു അത്. അപ്പം ഞാനും അവിടെയുള്ള എൻ്റെ ഒരു കസിനും ഞങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ ഒരു പ്രീസ്റ്റിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രാഥമികമായ ഒരു ഘട്ടമുണ്ട്. അപ്പം നമ്മളെ ആ ഒരു സ്ഥലത്തേക്ക് അയച്ചു. ഞങ്ങൾക്ക് അവിടെ ചെറിയൊരു മീറ്റിംഗ് അങ്ങനെയൊക്കെ ഉണ്ടായി. ഞങ്ങളെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. പക്ഷെ ഞങ്ങൾക്ക് താല്പര്യമായിരുന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ തിരിച്ചു വന്നു. പക്ഷേ എൻ്റെ മാതാവിനെ അവർ സമീപിച്ച് ഇങ്ങനെ നിങ്ങളുടെ മകനിങ്ങനെ ഒരു പ്രീസ്റ്റ് ആകാനുള്ള ഒരു ആഗ്രഹമുണ്ട്, മാതാവ് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. മാതാവിനാണെങ്കിൽ ഇതിനോട് ഒരു താല്പര്യമില്ല. കാര്യം ഞങ്ങളുടെ കുടുംബത്തിലെ ആണുങ്ങളുടെ മൂത്തത് ഞാനായിരുന്നു. അപ്പം യാതൊരു വിധത്തിലും എന്നെ ഒരു പ്രീസ്റ്റ് ആക്കുവാനോട് അങ്ങനെയുള്ള ഒരു പുരോഹിത ശുശ്രൂഷയിലേക്ക് പോകാനോ ഒന്നും എൻ്റെ മാതാവ് സമ്മതിച്ചില്ല. അതിനൊരു താല്പര്യമില്ലായിരുന്നു. അങ്ങനെ എന്തായാലും തുടർന്ന് അങ്ങോട്ട് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് എനിക്കൊരു രോഗം വന്നു. വളരെ പ്രയാസപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി. അങ്ങനെ അതൊരു സീരിയസ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ സമയത്ത് കത്തോലിക്ക സഭയിലുള്ള മറ്റ് സന്യാസികളായാലും മറ്റ് ആൾക്കാരെല്ലാം അവരുടെ മനസ്സിലൊരു ചിന്ത വന്ന കാര്യം, ഇത് ദൈവത്തിൻ്റെ ഹിതം ഒരു പുരോഹിതനാകാനുള്ളതായിരുന്നല്ലോ. അതുകൊണ്ട് ഇദ്ദേഹം അതിനേക്ക് പോകാതെ അത് മാറി നടന്നതുകൊണ്ട് ദൈവം ഒരു ശിക്ഷ അയച്ചെന്നുള്ള ഒരു ചിന്താഗതി ചിലരുടെ ഹൃദയങ്ങളിൽ വന്നതായിട്ട് ഞാൻ പിന്നീട് അറിയാൻ സാധിച്ചു. എന്തായാലും അതിൽ നിന്ന് എനിക്ക് ദൈവം തിരിച്ചുവരവ് നടത്തി. അങ്ങനെ പിന്നെ ഞാൻ കൂടുതൽ മുമ്പ് പോയിരുന്ന പോലെ പള്ളിയിൽ പോകാൻ എനിക്ക് സാധിച്ചില്ല, ഡെയിലി പോകാൻ സാധിച്ചില്ല. കാരണം എന്തോ കുടുംബത്തിൽ നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും എന്തോ ഒരു അസമാധാനം എന്നെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. കാര്യം നമുക്ക് ഒരു ചെറുപ്പക്കാരൻ രീതിയിൽ നമുക്ക് ഒരു പഠിത്തം കഴിയുമ്പോൾ നമുക്കൊരു ജോലി വേണം. അപ്പോൾ ഏകദേശം എൻ്റെ വിദ്യാഭ്യാസമൊക്കെ തീരാറായി. പക്ഷേ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പം എങ്ങനെയെങ്കിലും ഒരു ജോലി സ്വായത്തമാക്കണം, ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് കരകയറണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ വളരെയധികം കാര്യങ്ങൾ പരിശ്രമിച്ചു. അതുപോലെ തന്നെ ഈ ഒരു കത്തോലിക്ക സഭയിൽ എന്ന രീതിയിൽ പല പള്ളികളിലും അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഇങ്ങനെ നേർച്ചകളും കാഴ്ചകളും അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അവിടെയെല്ലാം പോവുകയും അവിടെയെല്ലാം ആ രീതിയിലുള്ള പ്രാർത്ഥനകളും നേർച്ചകളും അതെല്ലാം സമർപ്പിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഒരു മാറ്റങ്ങളോ ഒരു പുരോഗതിയോ ഒന്നും കണ്ടില്ല. വളരെ സ്വാഭാവികമായിട്ട് വളരെ ഒരു വിഷമം തോന്നുന്ന ഒരു സമയമാണത്. കാര്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചിലർക്കൊക്കെ ജോലിയൊക്കെ കിട്ടി, ചിലരൊക്കെ വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം പോയി. അപ്പോൾ നമ്മൾ എന്ത് ശ്രമിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ വല്ലാത്തൊരു പ്രയാസവും സാഹചര്യമൊക്കെ കടന്നു വന്നു. ആ സമയത്ത് ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോൾ നമ്മളിപ്പം
ഈ ഒരു കത്തോലിക്ക സഭയിൽ നിൽക്കുകയാണ്. നമ്മളൊരു ഒരു ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു അനുഭവം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ അതിൽ തന്നെ പല സ്ഥലങ്ങളിലേക്ക് പോയെങ്കിലും മാറ്റങ്ങളൊന്നും വരാത്തതുകൊണ്ട് ഞാൻ മറ്റ് മതങ്ങളിലുള്ള പല തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാൻ തുടങ്ങി. കാര്യം നമ്മുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഒരു സാഹചര്യം മറികടക്കണം, നമുക്കൊരു സമാധാനം കിട്ടണം, നമുക്കൊരു ഒരു ഒരു സുരക്ഷിതത കിട്ടണം, ഒരു ജോലി കിട്ടണം, നമുക്ക് സാമ്പത്തികമായിട്ടൊരു ഉയർച്ച ഉണ്ടാകണം. അതുകൊണ്ട് പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മൾ പോയി വളരെ ഭക്തിയോടെ തന്നെ, അല്ല വെറുതെ നമ്മൾ പോകുക എന്നുള്ളതല്ല, വളരെ ഭക്തിയോടെ മറ്റ് മതങ്ങളുടെ തീർത്ഥാടന കേന്ദ്രങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കടന്നുപോയി നമ്മളവിടെ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ യാതൊരു രീതിയിലുള്ള ഒരു മാറ്റങ്ങളോ പുരോഗതിയോ ഒന്നും കണ്ടില്ല. അപ്പോൾ അവിടെ പിന്നെയും നമുക്ക് വളരെ നിരാശാജനകമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ വളരെ വിഷമിച്ച് അങ്ങനെ പ്രയാസപ്പെട്ടിരുന്ന് ഒരു സ്ഥലത്ത് ക്രിസ്തീയമല്ലാത്ത ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോയിട്ട് വരുന്ന വഴിയിൽ എൻ്റെ ഒരു കസിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മിയുടെ ഇളയ ബ്രദറിൻ്റെ മകൻ, അവൻ എൻ്റെ ഈ ഒരു വരവും എൻ്റെ ഈ രീതികളും എല്ലാം കണ്ടിട്ട് വളരെ വിഷണ്ണനായി വളരെ വിഷമിച്ച് എന്നോടൊരു ചോദ്യം ചോദിച്ചു. ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഞാൻ തന്നെ വഴിയും സത്യമെന്ന്. കാര്യം അവൻ അത്രേ അറിയാവുള്ളൂ. അവൻ ഒരു ബോണാകുന്നൊരു ക്രിസ്ത്യനോ ഒന്നും അല്ല. അവൻ സാധാരണ ഒരു കത്തോലിക്കാൻ തന്നെ 15 വയസ്സുള്ള ഒരു 10ാം ക്ലാസ് പരീക്ഷ എഴുതി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ ഒരു കൗമാരക്കാരൻ. അപ്പോൾ അവന് എങ്ങനെ ഈ ഒരു ബൈബിളിലെ വചനം പറഞ്ഞതെന്ന് ഞാൻ അവനോട് വെച്ചപ്പോൾ ഏതോ ഒരു ആള് അവനോട് പറഞ്ഞു കൊടുത്തതാണ്. അവന് 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് കണക്ക് പരീക്ഷ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവൻ ഏതോ ഒരു സഹോദരൻ്റെ അടുത്ത് കടന്നുപോയി. അദ്ദേഹം അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു, നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന്. അപ്പോൾ അദ്ദേഹം അവനോട് പറഞ്ഞു, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, യേശുവാണ് യഥാർത്ഥ വഴി സത്യവും ജീവനും എന്നൊക്കെ ഉള്ള ഫുൾ വചനം പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇവന് എൻ്റെ അടുത്ത് പറയാൻ ഇത് മാത്രമേ അവനറിയാം, അവനും ബാക്കിയൊക്കെ മറന്നുപോയി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എന്തിനാ ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ നടക്കുന്നത്? യേശു കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ തന്നെ വഴിയും സത്യവും ഞാൻ തന്നെ വഴിയും സത്യവുമാണെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇവനങ്ങ് പോയി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അതുവരെ ഞാൻ വല്ലാത്ത ഒരു അസമാധാനവും അസ്വസ്ഥതയും ഒക്കെ പ്രയാസം ഉണ്ടായിരുന്ന ഒരു സമയമാണത്. കാര്യം നമുക്ക് ഒരു വിധത്തിലും മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല, കരകയറാൻ കഴിയുന്നില്ല, നമുക്ക് പുരോഗതിയില്ല, നമുക്ക് മുന്നോട്ടുള്ള ഒരു ശരിക്കുള്ള ഒരു സന്തോഷകരമായ ഒരു കാര്യം കാണുന്നില്ല. വളരെ അസ്വസ്ഥപ്പെടുന്ന സമയത്താണ് ഈ വചനം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വഴിയും സത്യവും, ഇത്രയേ ഉള്ളൂ. ഈ ഒരു വചനം, ഈ 2 വാക്കുകൾ, ഞാൻ തന്നെ വഴിയും സത്യവും എന്നുള്ള ഈ 2 വഴിയും സത്യം എന്നുള്ള വാക്ക് എൻ്റെ ഹൃദയത്തിൽ കയറി. അപ്പോൾ ആ ദിവസം ഒരു ശനിയാഴ്ച, നാളെ ഒരു ഈസ്റ്റർ ദിവസമാണ്. ആ ഈസ്റ്റർ ദിവസത്തിൻ്റെ തലേ ദിവസം ശനിയാഴ്ച ഈ കൗമാരക്കാരൻ്റെ വായിൽ നിന്ന് വീണ ഈ 2 വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ അതുവരെ ഞാൻ അനുഭവിക്കാത്തൊരു സമാധാനവും ഒരു സന്തോഷവും എൻ്റെ ഹൃദയത്തിലുണ്ടായി. അപ്പോൾ നമുക്കറിയാൻ പറ്റും, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത ഒരു സന്തോഷം, ഒരു സമാധാനം എനിക്കുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് വൈകിട്ട് 4:30 മണിക്കാണ്. 1984 ഒരു ശനിയാഴ്ച ദിവസമാണ് ഇത് പറയുന്നത്. അപ്പം ഞാൻ നടന്ന് എൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് എൻ്റെ കസിനെ കാണുന്നത്. ഞാൻ സഹോദരിയുടെ വീട്ടിൽ ചെന്നിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം. ഞാനിങ്ങനെ ആലോചിക്കും, എന്താ ഇത്രയും സന്തോഷം, പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം. അപ്പോൾ എൻ്റെ സഹോദരി ഓരോ വിശേഷങ്ങൾ ചോദിച്ചെല്ലാം കഴിഞ്ഞു. രാത്രിയായി, രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ വഴിയും സത്യവും. അപ്പം ഞാൻ മനസ്സ് വിചാരിക്കും, അപ്പം ഞാൻ പോയ വഴിയൊന്നും ശരിയല്ലേ ഇങ്ങനെ മനസ്സിൽ. അപ്പോൾ ഞാൻ തന്നെ വഴിയും സത്യം, ഇനി ഒന്നും അറിഞ്ഞു, ബൈബിളിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ, ഈ വഴി സത്യം എന്താണെന്നൊന്നും അറിഞ്ഞു. പക്ഷേ ഈ 2 വാക്കുകൾ ഹൃദയത്തിൻ്റെ അകത്ത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സമാധാനവും സന്തോഷവും തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് രാത്രി ഉറക്കമില്ലെന്ന് പറഞ്ഞാൽ ഈ സന്തോഷം കൊണ്ടിങ്ങനെ ഇതെല്ലാം ഓർത്ത് ഇത് എന്താ ഇതെന്നും പറഞ്ഞ് അതിരാവിലെ എന്ന് വെച്ചാൽ ഒരു 6 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന്
ഈ വാക്ക് പറഞ്ഞാൽ, ഈ വചനം പറഞ്ഞാൽ എൻ്റെ കസിൻ്റെ വീട്ടിലോട്ട് ഞാൻ പോയി. ഞാൻ അവിടെ ചെന്ന് ഇവൻ കിടന്ന് ഉറങ്ങിയ കൊച്ചു പയ്യനല്ലേ, 10, 15, 16 വയസ്സുള്ള ഒരു പയ്യൻ. അവനെ തട്ടി ഉണർത്തി പറഞ്ഞ്, നിൻ്റെ അടുത്ത് ഇന്നലെ ഇത് പറഞ്ഞ ആളുടെ വീട് എവിടെയാണ് ചോദിച്ചു. ഇയാളെ വീട് എവിടെയാണ്? അപ്പോൾ അവൻ പറഞ്ഞ വീട് അടുത്ത് തന്നെ, കുറച്ച് അടുത്താണ്. അപ്പോൾ അവൻ പറഞ്ഞ ഈ രാവിലെ എന്തിനാ ചോദിക്കുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞു നമുക്ക് അയാളെ വീട്ടിൽ പോകണം. അവൻ പറഞ്ഞു ഇപ്പം ഇങ്ങനെ പോവാം, രാത്രി 6 മണിയല്ലേ അയാൾ കിടന്ന് ഉറങ്ങിയായിരിക്കും. അങ്ങനെ എന്തായാലും ഒരു 7, 7:30 ആയപ്പം ഞാൻ അവനെ വിളിച്ച് അയാളെ വീട്ടിൽ പോയി. ഞാൻ അയാളെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ വഴിയും സത്യവും ഏതാണെന്നൊക്കെ വെച്ചാൽ പുള്ളി അങ്ങോട്ട് പറഞ്ഞു തരാനുള്ള ഒരു ബുദ്ധിമുട്ടല്ല, നന്നായിട്ട് പറയാൻ പുള്ളിക്ക് എന്തോ സാധിക്കുന്നില്ല. പുള്ളി എന്ത് ചെയ്തു, ഒരു മാഗസിനും, ഒരു ക്രിസ്ത്യൻ മാഗസിനും പുതിയ നിയമത്തിൽ കുറേ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അടയാളപ്പെടുത്തിയ ഒരു പുതിയ നിയമവും ഒരു ക്രിസ്ത്യൻ മാഗസിനും എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു, ഇത് വായിക്കാൻ പറഞ്ഞു, ബൈബിൾ വായിക്കാൻ പറഞ്ഞു. ബൈബിൾ വായിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. അങ്ങനെ ഞാൻ ഈ ബൈബിളുമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വർക്കലയിൽ അയിരൂർ എന്ന സ്ഥലത്ത് ഞാൻ തിരിച്ചു പോയിട്ട് ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ അതുവരെ, അപ്പോൾ എനിക്ക് വയസ്സ് ഏകദേശം 28 വയസ്സായി, അതുവരെ ഞാൻ ബൈബിളൊന്നും വായിച്ചിട്ടില്ല. ബൈബിൾ വായിച്ചിട്ടേ ഇല്ല. ബൈബിള് വീട്ടിലുണ്ടായിരുന്നു. ബൈബിൾ വെച്ചാൽ നമുക്കറിയാമല്ലേ, കത്തോലിക്കയിൽ ഞങ്ങളുടെ കാലഘട്ടം 1984 ആരും ബൈബിൾ വായിക്കത്തില്ല, ബൈബിൾ വായിക്കത്തുമില്ല. ബൈബിളിനെ കുറിച്ച് ആർക്കും അറിയില്ല. നമ്മുടെ പക്ഷേ ഈ നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിലൊക്കെ ഈ ഇങ്ങനെ യേശുവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു തിരുസ്വരൂപമൊക്കെ വെച്ചിട്ട് ഒരു പലക പോലെ അടിച്ചു വെച്ചിട്ടുണ്ട്, മെഴുതിരി കത്തിക്കാൻ ചന്ദനം കയറി. അപ്പോൾ അതിൻ്റെ മുകളിൽ ചിലർ ബൈബിൾ വെച്ചേക്കും, ചിലർ താഴെ മേശയിലായിരിക്കും വെച്ചേക്കുന്നത്, ചിലർ രാത്രി പേടി വരുമ്പോൾ തലേണയുടെ അടിയിൽ വയ്ക്കുന്ന ഒരു സാധനമായിട്ടാണ് നമ്മൾ ഈ ബൈബിൾ. ഇത് വായിക്കാനുള്ളതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആരും പ്രാർത്ഥന സമയത്തോടെ ആരും വായിക്കത്തില്ല. അങ്ങനെ ഒരു രീതി ആ കാലഘട്ടത്തിൽ വന്നിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് വായിക്കുകയാണ്. അപ്പോൾ ഇത് വായിച്ച് നമുക്ക് ആ സ്ഥലത്ത് ഇങ്ങനെ ബൈബിളുമായിട്ട് ബന്ധമുള്ള ഒരു സഭയോ ഒന്നുമില്ല, ആരും അവിടെ ഇല്ല. ഒരു കത്തോലിക്കർ മാത്രം, ബാക്കി പിന്നെ മറ്റു മതത്തിലുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. ക്രിസ്ത്യൻ സഭയായിട്ട് കത്തോലിക്ക സഭ മാത്രമുള്ള ഒരു സ്ഥലമാണത്, ഈ അയിരൂർ എന്ന സ്ഥലത്ത്. അപ്പോൾ ഞാനിത് വായിച്ച് വന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് ഒരു ബൈബിളെന്ന് പറഞ്ഞാൽ ഒരു ആവശ്യക്കാരൻ, അല്ലെങ്കിൽ ഒരു അസമാധാനത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ബൈബിൾ വായിക്കുമ്പോണ്ടല്ലേ അയാൾക്ക് നന്നായിട്ട് അത് മനസ്സിലാവുക മാത്രമല്ല, ദൈവം അവിടെ അയാൾക്ക് അതെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അത്ര ലളിതമായിട്ടാണ് നമ്മുടെ ബൈബിൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വായിച്ച് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു പാപിയാണ്. യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റു പറയുകയും അവനെ മരിച്ചവരുടെ ആയിരുന്നു ഉയർത്തെഴുന്നേറ്റ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നീ രക്ഷിക്കപ്പെടും എന്നുള്ളൊരു വായന. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ രക്ഷിക്കപ്പെടും എന്നുള്ളത് എനിക്കറിയില്ല, ഈ കാര്യങ്ങളൊന്നും അറിയാം. പക്ഷേ ഞാൻ ആ സമയത്തൊക്കെ എനിക്കിങ്ങനെ രക്ഷിക്കപ്പെടുമെന്നൊന്നും അറിയില്ല. ഞാൻ പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാര്യം ഇങ്ങനെ ഓരോ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിച്ചപ്പം മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിൻ്റെ നാമമില്ല, ഒരു നാമമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിതെല്ലാം ഭയങ്കര ദാഹത്തോടെ ഇങ്ങനെ വായിക്കുകയും ഇങ്ങനെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞ് യേശുവാണ് യഥാർത്ഥ വഴി. അപ്പോൾ ആ യേശുവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം അങ്ങ് സമർപ്പിച്ചു. എനിക്കിതൊന്നും അറിഞ്ഞൂടാ, നമ്മളോട് ആരെങ്കിലും സുവിശേഷം പറയുകയോ അല്ലെങ്കിൽ യേശുവിനെ ഇങ്ങനെ രക്ഷകനെ സ്വീകരിക്കണമെന്ന് ആരും പറഞ്ഞു തന്നില്ല. എന്നല്ലാതെ ഭാഗികമായിട്ട് എന്തൊക്കെയോ മനസ്സിലായി. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, യേശുവാണ് കേന്ദ്രബിന്ദു എന്ന് മനസ്സിലായി. അതുകൊണ്ട് യേശുവിന് വേണ്ടി അങ്ങ് ജീവിതം സമർപ്പിച്ചു. ഈ ബൈബിൾ എന്ന വ്യക്തിയെ സമീപിച്ചു അടുത്ത ആഴ്ച. അത് ചോദിച്ചാൽ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്, നിങ്ങൾ എവിടെയാണ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ, ഞങ്ങൾ കത്തോലിക്ക ആകുമ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ഞങ്ങളെ വീടിനടുത്തുള്ളൊരു പള്ളിയിലാണ് പോകുന്നത്, നിങ്ങൾ എവിടെയാണ് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ കൊല്ലത്തുള്ള ഒരു സഭയിലാണ് പോകുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സഹോദരിയുടെ വീട് കൊല്ലത്താണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എത്ര മണിക്ക് പോകണമെന്ന് വെച്ചാൽ അയാൾ പറഞ്ഞു ഇത്ര മണിക്ക് കൊല്ലത്ത് അയാൾ പോകണ സഭയിൽ പോയാൽ.
സഭയിൽ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു ചർച്ചാണ്. കൊല്ലം ഉപാസന ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലുള്ള ടൗൺ ചർച്ച് അസംബ്ലീസ് ഓഫ് ഗോഡ്. അവിടെയാണ് 1984 ഞാൻ ആദ്യമായിട്ട് ആ പള്ളിയിലാണ് പോകണം. ഒരു വ്യത്യസ്തമായ ഒരു സഭാ അന്തരീക്ഷത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തോടൊപ്പം ഞാൻ ചേരുന്നു. അപ്പോൾ അതുവരെ എനിക്ക് അറിയില്ല ഇങ്ങനെയൊക്കെയും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനം ഉണ്ടെന്നൊന്നും അറിയില്ല. ഭയങ്കര സന്തോഷം, എല്ലാം കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. കാര്യം എന്തോ ഒരു ശരിയായ ഒരു സ്ഥലത്ത് എത്തിയതുപോലുള്ള ഒരു അനുഭവം. അത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എല്ലാവരും വന്ന് പരിചയപ്പെട്ടു. പിറ്റേ ആഴ്ച മുതൽ ഞാൻ അവിടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പോഴാണ് കൂടുതൽ ആത്മീയ സത്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി സാധ്യമാകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ് അവരെല്ലാവരും എനിക്കൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അത്ഭുതകരമായ രീതിയിൽ എനിക്ക് 2-3 ജോലികൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോഴത്തേക്കും സഭാ വിശ്വാസികളെല്ലാവരും ഭയങ്കര സന്തോഷം. കാര്യം സൈമൻ ഇതുവരെ ഇതുപോലെ പല കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് മറുപടിയൊന്നും കിട്ടിയില്ലല്ലേ. അപ്പോൾ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സൈമന് ദൈവം ഒരു വലിയ അത്ഭുതം പ്രവർത്തിച്ചല്ലോ. അപ്പോൾ 1 അല്ല 2 അല്ല 3 ജോലികൾ ഒരേ സമയം ശരിയായി. അപ്പോൾ സൈമൻ ഭയങ്കര ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം ഗൾഫിൽ പോകാനുള്ള ഒരു അവസരം. എൻ്റെ ഒരു ഫാമിലി മെമ്പർ തന്നെ അദ്ദേഹം തന്നെ ഇതിന് താല്പര്യമെടുത്ത് അദ്ദേഹം തന്നെ എല്ലാം ശരിയാക്കി ബഹ്റൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോകാനുള്ള. അത് കഴിഞ്ഞ് എനിക്ക് മൈസൂരിലുള്ള ഒരു സ്പെൻസേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ അവിടെ എനിക്ക് ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോയി. അവിടെ എനിക്ക് എല്ലാം ശരിയായി. അതുപോലെ PSCയിൽ ഞാൻ ടെസ്റ്റ് എഴുതിയിരുന്നു. ആ PSCയിൽ എനിക്ക് റാങ്ക് ലിസ്റ്റിലൊക്കെ പേര് വന്നു. ഇങ്ങനെ നാട്ടിൽ മെർക്കാര എന്ന സ്ഥലം, മൈസൂരിൽ തന്നെ മെർക്കാര ഇപ്പോൾ മെഡിക്കറി എന്നാണ് പറയുന്നത്, കൂർഗ്, ആ സ്ഥലത്ത് ഉള്ള ഒരു സ്പെൻസറിൻ്റെ ഒരു വലിയൊരു കമ്പനി പോലെ ഉണ്ടായിരുന്നു. ആ കമ്പനിയിൽ പിന്നെ 3ാമത് ഈ ബഹ്റൈനിലെ ഒരു ജോലി. ഇത്രയും ജോലികൾ കിട്ടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ. ദൈവത്തെ അറിയുന്നതിന് മുമ്പ് ഒന്നും കിട്ടിയില്ല. ദൈവത്തെ അറിഞ്ഞപ്പോൾ എനിക്ക് 3 ജോലി വന്നു. ഇപ്പം നമ്മൾ സാധാരണ ഈ ജോലിയൊക്കെ ഏത് ജോലിക്ക് പോകണമെന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ പേപ്പറിൽ ഇങ്ങനെ ഓരോ 3 ജോലി ഒരുമിച്ച് വന്നപ്പം നമുക്ക് ഏതിന് പോകണമെന്ന് നമുക്കറിയാൻ പറ്റും. നമുക്ക് തന്നെ തീരുമാനമെടുക്കാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ്. പക്ഷേ നമ്മുടെ തീരുമാനങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ആനന്ദത്തിന് ഒരു വിഘാതം ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മറ്റൊരു പദ്ധതി, മറ്റൊരു പ്ലാൻ. സത്യം പറഞ്ഞാൽ ഇന്നും നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയൊരു പാഠമായിട്ട് നിൽക്കുകയാണ്. കാര്യം ഞാൻ അതുപോലെ അന്നേരം നമ്മൾ കർത്താവിനെ അറിഞ്ഞ് വന്ന സമയം, അന്ന് പ്രാർത്ഥനയിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മുട്ടുകുത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ മുട്ടുകുത്തി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ലിറ്ററലായിട്ട് എന്നുവെച്ചാൽ ആശ്ചര്യമായിട്ട് ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന അതേ ശബ്ദത്തിൽ ഒരു ഘനഗംഭീരമായ ശബ്ദം ഞാൻ കേട്ടു. ഈ 3 ജോലി അങ്ങ് എനിക്ക് തന്നല്ലോ, അതിന് ഞാൻ നന്ദി പറയുന്നു കർത്താവേ. ഈ 3 ജോലിയിൽ ഏത് ജോലിക്ക് പോകണമെന്ന് എനിക്ക് നീ അങ്ങ് പറഞ്ഞു തരണമേ കർത്താവേ എന്ന് ഞാൻ പറയാം. എനിക്കറിയില്ല ദൈവം പറഞ്ഞു തരുന്നതെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങ് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ഘനഗംഭീരമായൊരു ശബ്ദം കേട്ടു. ഇന്നും ആ ശബ്ദത്തിൻ്റെ മുഴക്കം എനിക്ക് ഘനഗംഭീര ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഗാംഭീര്യമുള്ളൊരു ശബ്ദമായിരുന്നു. ആ ശബ്ദം ഇങ്ങനെയായിരുന്നു: നീ ജോലിക്ക് പോകണ്ട, നീ എൻ്റെ വേല ചെയ്യണം, നീ സുവിശേഷ വേല ചെയ്യണം, നീ ബൈബിൾ കോളേജിൽ പോകണം. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. എൻ്റെ വേല ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല.
അതുപോലെ തന്നെ ബൈബിൾ കോളേജിൽ പോകണമെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. ഇതൊന്നും എനിക്ക് അറിയില്ല ആ സമയത്ത്. ദൈവം പറയുന്നതാണ് എൻ്റെ വില ചെയ്യണം. എനിക്ക് ദൈവത്തിൻ്റെ വില എന്താണെന്ന് എനിക്കറിയില്ല. ബൈബിൾ കോളേജ് എനിക്കറിയില്ല. എന്ത് ബൈബിൾ കോളേജ്, നമ്മൾ മെഡിക്കൽ കോളേജും ആർട്സ് കോളേജും ഒക്കെ കേട്ടിട്ടുണ്ട്, നല്ല എഞ്ചിനീയറിംഗ് കോളേജൊക്കെ കേട്ടിട്ടുണ്ട്, നല്ല ബൈബിൾ കോളേജ് എനിക്കറിയില്ല. ഞാൻ ഈ ശബ്ദം കേട്ട ഉടനെ ഞാൻ എഴുന്നേറ്റിട്ട് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ആ 4 വശവും ഈ തിണ്ണ പോലെയുണ്ട്, നല്ല വീതിയുള്ള. അത് ഞാൻ വിചാരിച്ച് എൻ്റെ കൂട്ടുകാരന്മാരാരെങ്കിലും, ഞാൻ ഇങ്ങനെ വന്നതൊക്കെ അവർക്കറിയാം, എൻ്റെ കൂട്ടുകാരന്മാരാരെങ്കിലും ജനലിൽ കൂടെ വന്ന് ഇങ്ങനെ പറഞ്ഞാണ്. അതുപോലെ അല്ല, ആരുടെ ശബ്ദമല്ല, അത് വേറിട്ട ശബ്ദമാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ആ വെളിയിൽ ഇറങ്ങി, ആ തിണ്ണയിലൂടെ ഇറങ്ങി കിച്ചണിൽ ചെന്നപ്പോൾ മമ്മിയോടെ എന്തോ ജോലി ചെയ്തിരിക്കുക. അപ്പോൾ ഞാൻ മമ്മിയോട് ചോദിച്ചു, ആരെങ്കിലും ഇവിടെ വന്നോ? ഇതാരും വന്നില്ല എന്ന്. എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്കാണ് ഈ ശബ്ദം കേട്ടപ്പോൾ ഭയങ്കര അസ്വസ്ഥതയായി. വേറെ ഒന്നുമല്ല, അറിയാൻ വയ്യാത്ത 2 കാര്യം ഉണ്ടെങ്കിൽ അറിയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അറിയുന്ന കാര്യം എന്നെ അസ്വസ്ഥപ്പെടുത്തി. എന്തുവാ? നീ ജോലിക്ക് പോകണ്ട, പിന്നെ എനിക്ക് അടുത്ത ഞായറാഴ്ച വരണം, എനിക്ക് അതുവരെ എനിക്ക് തിന്നേം വേണ്ട, എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥയായിരുന്നു. എന്തോ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഇടിഞ്ഞു പോണത് പോലെ തോന്നി. ഒരാളടുത്ത് ഞാൻ ചോദിച്ചു, ഞാൻ ഒരു കാര്യം സംശയമുണ്ട്. ചോദിച്ചാൽ അതെന്താ, അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം, ബൈബിളിലാണോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ബൈബിളിലാണോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കാനാണ്. അപ്പോൾ ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ വേല എന്ന് പറഞ്ഞാൽ എന്തുവാണ് ശരിക്ക് ബൈബിളിനോടനുബന്ധിച്ച്? ഇപ്പോൾ എൻ്റെ വേല എന്ന് വെച്ചപ്പോൾ അയാൾ എന്നെ നോക്കി. എന്നിട്ട് ചോദിച്ചു, എന്താ അങ്ങനെയുള്ള വേലയ്ക്കും എല്ലാം പോകാൻ പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു, എൻ്റെ വേല എന്ന് പറയുന്നത് സുവിശേഷ വേലയാണ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ വേല സുവിശേഷ വേലയാണ്. ഇപ്പോൾ നമ്മുടെ പാസ്റ്ററൊക്കെ ചെയ്യുന്ന പോലുള്ള ഒരു ജോലിയാണ്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി. രണ്ടാമത്തെ ചോദിക്കണ്ട ഞാൻ ചോദിച്ചു. അപ്പോൾ ഈ ബൈബിൾ കോളേജ് എന്ന് വെച്ചാൽ, അപ്പോൾ അയാളെ എന്നെ അടിപൊളി നോക്കി. എന്നാ എന്തോ കാര്യം തീരുമാനിച്ചു വന്ന പോലെയാണല്ലോ എന്നോട് ചോദിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുക, ഈ ബൈബിൾ കോളേജ് ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ്. നമ്മൾ മറ്റ് കോളേജൊക്കെ കേട്ടിട്ടുണ്ട്, ബൈബിൾ കോളേജ് കേട്ടിട്ടില്ല, അതുകൊണ്ട്. ബൈബിൾ കോളേജ് അത് ഇങ്ങനെ ഈ പാസ്റ്ററൊക്കെ ആവുന്നതിന് മുമ്പേ അവരെ അഭ്യസിപ്പിക്കുന്ന ഒരു കോളേജാണ് ബൈബിൾ. അതോടുകൂടി ഞാൻ തീരുമാനിച്ചു, എൻ്റെ ജീവിതം പോയി, എൻ്റെ ജീവിതം തകർന്നെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ സത്യം പറഞ്ഞ നിരാശനായിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത്. കാര്യം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും കുടുംബത്തെ കരകയറ്റണം, എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളെല്ലാം മാറണം, സമാധാനത്തോടെ മുമ്പോട്ട് പോകണം. ഒരുപാട് സാധാരണ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളെല്ലാം കാണും. അതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതെല്ലാം തകർന്ന് തരിപ്പണാവുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വളരെ വളരെ വിഷമിച്ചും വളരെ നിരാശനായിട്ട് വീട്ടിലോട്ട് വരിക. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. കൊല്ലത്തുനിന്ന് പാസ്റ്ററിൻ്റെ ഒരു കോള് വന്നു. ആ കോളല്ല, അന്ന് ഈ മൊബൈലൊന്നുമില്ല, അന്ന് ഒരാളവിടെ വന്നു. കൊല്ലത്തുനിന്ന് വർക്കലയിൽ ഒരാൾ വന്നു എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്റർ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെച്ച് എന്താ ഇനിയും, ഞാൻ ചോദിച്ചു എന്തെങ്കിലും വല്ല ദുബൈയിൽ നല്ല വിശേഷം വല്ല അത് അറിയാൻ വയ്യ, എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ട് ചെല്ലാൻ പറ്റും. അങ്ങനെ ഞാൻ അദ്ദേഹത്തുമായിട്ട് തിരിച്ചു കൊല്ലത്ത് വന്നു. ഞാൻ വേറൊരു ചർച്ചിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ തന്നെ ഒരു ബ്രദറിൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു. പാസ്റ്റർ അവിടെ വന്നിട്ട് എൻ്റെ ചോദിച്ചു, സൈമൻ, ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, അതിന് ഒരു പ്രാർത്ഥിച്ചൊരു ഉത്തരം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞോ പാസ്റ്റർ? പറഞ്ഞ് സുവിശേഷ വേല ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങ് വല്ലാതെ അസ്വസ്ഥനായിപ്പോയി. ഒന്നാതെ നിരാശയോടെ ഇരിക്കുന്ന സമയം, അതല്ല അതിൻ്റെ കൂടെ ഈ ഒരു ചോദ്യം കൂടി ചോദിച്ചപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥനായി, തകർന്നുപോയി. ഞാൻ പറഞ്ഞ്, എനിക്കങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല, എന്തായാലും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇഷ്ടത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സ്. അത് ചില സമയത്ത് കുറച്ച് വേദന ഉള്ളതായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വേദനയായിരുന്നു. നമ്മുടെ ഇഷ്ടത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഇഷ്ടത്തിലോട്ട് കൊണ്ടുപോവുക. ഈ വർഷം ഒന്ന് ബൈബിൾ കോളേജിൽ പോയാൽ നന്നായിരിക്കും. ഞാൻ എൻ്റെ വീട്ടുകാർ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ.
തൊട്ട് അയൽക്കാരെല്ലാം PSCയിൽ റാങ്കുള്ള ആളാണ്. എന്നുവെച്ചാൽ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ഗവൺമെൻറ് ജോലിക്കാരുണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റ്. അവരെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കും. കാര്യം നമ്മുടെ വില്ലേജിൽ ഒരു ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഒരാളൂടെ വരാൻ പോകണമെന്നുള്ള സന്തോഷത്തിൽ അവർ ചോദിച്ചു, നീ 6 മാസം റെഡിയാവും, അതുകൊണ്ട് റെഡിയായിരിക്കുക എന്നുള്ള രീതിയിൽ അവരിയ്ക്കുക സമയത്താണ് ഇങ്ങനെയുള്ള അവരെ സംബന്ധിച്ചിടത്തൊരു ബാഡ് ന്യൂസ്. അവർ പറഞ്ഞ നിനക്കെന്താ വട്ടാണെന്ന് ചോദിച്ചു. വർഷങ്ങൾ കുറേ കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ഇന്ത്യ എവരി ഹോം ക്രൂസൈഡുകാർ 25 വർഷമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് വർക്കലയിൽ നിന്ന് ഒരാളെ എഴുന്നേൽപ്പിക്കാൻ. വർക്കലയിൽ നിന്ന് ഒരാളെയെങ്കിലും എഴുന്നേൽപ്പിക്കണമേ എന്ന കാര്യം അതിന് മുമ്പ് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഈ നമ്മുടെ AG-യിൽ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് PN സക്രേ സാർ പറഞ്ഞൊരു കാര്യമാണ്. വർക്കലയിലും പരവൂരും എല്ലാം ഇതുപോലെ ടീമായിട്ട് വന്ന് പ്രവർത്തനം തുടങ്ങാൻ സമയത്ത് അവിടെ നിന്നെല്ലാം അവർ ആട്ടിപ്പായിച്ചു വിട്ട സംഭവം അദ്ദേഹം പറയുന്നുണ്ട്. പ്രവർത്തനങ്ങളെ നിരാകരിച്ച ഒരു സ്ഥലത്താണ് ഈ സമയത്താണ് ഞാൻ ബൈബിൾ കോളേജിൽ ചേരാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്ത്. പക്ഷേ ആ ബൈബിൾ കോളേജിൽ പോകാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തെങ്കിലും എൻ്റെ മനസ്സിൻ്റെ വാസം പറഞ്ഞ സമ്മതത്തോടെ അല്ല ഞാൻ പോകുന്നത്. എനിക്കൊരു വിഷമിച്ചും വേദനിച്ചും പ്രയാസപ്പെട്ടുമാണ് ഞാൻ ബൈബിൾ കോളേജ്, അല്ലാതെ സന്തോഷത്തോടെ പോയല്ല. ദൈവം ആണ് എന്നെ അയക്കുന്നത് അങ്ങനെയൊന്നുമില്ല. വളരെ പ്രയാസപ്പെട്ട് വളരെ അസ്വസ്ഥപ്പെട്ടാണ് ഞാൻ ബൈബിൾ കോളേജിൽ പോകുന്നത്. ബൈബിൾ കോളേജിൽ പോയി അവിടെ ചെന്നപ്പോൾ എനിക്കാണെങ്കിൽ അവിടെയുള്ള അന്തരീക്ഷം ഒന്നും എനിക്ക് അനുകൂലമല്ല. കാര്യം ഒന്നാമതെ മനസ്സ് അത്ര നല്ലതല്ല, മനസ്സിനൊരു സന്തോഷമില്ല. മനസ്സ് സന്തോഷത്തോടെ അല്ല പോയത്. ദൈവം അയക്കുന്നുള്ള ഒരു തോന്നലല്ല പോയത്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്ത് എന്നെ ഉന്തിത്തള്ളി വിട്ടാൽ നമ്മൾ എങ്ങനെ ഇരിക്കും എന്ന് പറയുന്ന പോലെയാണ് ഞാൻ അവിടെ ചെന്നത്. അവിടെ ചെന്ന് എനിക്ക് ഒട്ടും യോജിക്കാനൊക്കുന്നില്ല. ഒന്നാമത് അവിടുത്തെ അന്തരീക്ഷം, അവിടുത്തെ ഭക്ഷണങ്ങൾ, അവിടുത്തെ ഒരു കോളേജ് ആകുമ്പോഴത്തേക്കും അതിൻ്റേതായ ചിട്ടകളും നിയമങ്ങളും എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനോട് താല്പര്യക്കുറവാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാകും. എൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഇവിടെ തിരിച്ചു പോകണം, എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകണം എന്നുള്ള ഇതിൽ ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തകളിങ്ങനെ വയ്ക്കാം. ഞാൻ മനസ്സിൽ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം. വേറെ കുറച്ച് നാളെയായാലും വന്നിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു ബൈബിൾ കോളേജിൽ പോകുമ്പോൾ നമുക്കെല്ലാ വെള്ളിയാഴ്ചയും വീട്ടിൽ പോകാം, ഞായറാഴ്ച വൈകിട്ട് തിരിച്ചു വരണം. അപ്പോൾ 2 ബാഗാണ് കൊണ്ടുവന്നത്. വെള്ളിയാഴ്ച പോകുമ്പോൾ ഒരു ബാഗ് കൊണ്ടുപോവുക, ആ ബാഗ് തിരിച്ചു കൊണ്ടുവരാതിരിക്കുക. രണ്ടാമത്തെ ആഴ്ച പോകുമ്പോൾ അടുത്ത ബാഗ് എടുത്തുകൊണ്ട് പോവുക, പിന്നെ ഇങ്ങോട്ട് വരാതിരിക്കുക. നമുക്ക് റീസൺ പറഞ്ഞാൽ മതിയല്ലേ, എനിക്ക് താല്പര്യമില്ല എന്തെങ്കിലും. അങ്ങനെ തീരുമാനിച്ചു. അപ്പം ബദേൽ ബൈബിൾ കോളേജിലാണ് ഞാൻ പഠിച്ചത്. പൂനെയിലുള്ള ബദേൽ ബൈബിൾ കോളേജിൽ. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ വർഷം BTHലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ വർഷം ഞങ്ങൾക്ക് ഈ എല്ലാ ബുധനാഴ്ചയും വൈകിട്ട് ഞങ്ങൾക്ക് ഫാസ്റ്റിംഗ് പ്രയർ ഓരോ ടീമായിട്ട് ഹൗസ് വിസിറ്റിംഗ് ടീം, ഓപ്പൺ എയർ ടീം, ഹോസ്പിറ്റൽ വിസിറ്റിംഗ് ടീം, പിന്നെ ഈ കോളേജ് വിസിറ്റ് ചെയ്യുന്ന ടീം, അങ്ങനെ പല ടീമുകളുണ്ട്. ഞങ്ങൾ ഹൗസ് വിസിറ്റിംഗ് ടീമായിരുന്നു. ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു ടീമായിരുന്നു ഞങ്ങളുടേത്. അപ്പം ഞങ്ങൾ ഇനി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എൻ്റെ ടീം ലീഡർ, അദ്ദേഹം സെക്കൻഡ് ഇയറിലെ ഒരു സ്റ്റുഡൻ്റാണ്, തിരുവനന്തപുരത്തുള്ള പാസ്റ്റർ റോബിൻസൺ. അപ്പോൾ അദ്ദേഹം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഇളയതാണ് പുള്ളി പ്രായത്തിൽ എൻ്റെ ഇളയതാണ്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഞാനിങ്ങനെ ഡിസിഷൻ എടുത്ത് വെച്ചിരിക്കുക. ഈ ബുധനാഴ്ച നമ്മൾ പ്രാർത്ഥിക്കുന്നു, വ്യാഴാഴ്ച ഇവാഞ്ചലിസം പ്രോഗ്രാം, ഉച്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച ഞങ്ങൾ ഉച്ച കഴിയുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകാം. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് എൻ്റെ ബാഗ് കൊണ്ടുപോകണ ആ ദിവസം ഞാൻ എന്ത് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മനസ്സ് ഭയങ്കര സന്തോഷമായി. കാര്യം ഞാനിവിടെ നിന്ന് പോകാൻ സമയമായി. ആ ഒരു സന്തോഷത്തിൽ എനിക്കൊരു സന്തോഷം, എനിക്ക് മാനുഷികമായിട്ടൊരു സന്തോഷം കിട്ടിയതുപോലെ തോന്നി. ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പാസ്റ്റർ റോബിൻസൺ എൻ്റെ
കാലിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഒരു പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ പറയാൻ പറഞ്ഞു. ഇപ്പം നമ്മുടെ ഈ ഇവിടുന്ന് പോകുന്ന ഒരു പ്ലാനല്ല. അതിന് ഈ ബൈബിൾ കോളേജിൽ ആ സമയത്ത് പറയുന്ന ഒരു പെട്ടിയെടുക്കരുതെന്നാണ്. പെട്ടിയെടുക്കരുത്. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി ആ വാക്കാണ് ഉപയോഗിച്ചത്. എൻ്റെ അടുത്ത് പറഞ്ഞ, അച്ഛാ ഇവിടെ നിന്ന് പെട്ടിയെടുക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഇവിടെ നിന്ന് പോകരുത്. ദൈവത്തിന് അച്ഛനെ കുറിച്ച് പദ്ധതിയുണ്ട്. അച്ഛൻ ഇവിടെ നിന്ന് പെട്ടിയെടുക്കരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലായ കഥാവുണ്ട്. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ ദൈവ സാന്നിധ്യം, ആ ദൈവ സാന്നിധ്യത്തിലുള്ള ആ പ്രവചനം എന്നുള്ള, അല്ലെങ്കിൽ വേർഡ് ഓഫ് നോളജ് എന്നുള്ള ആ ഒരു വരം ശക്തിയോട് വ്യാപരിച്ച് എൻ്റെ ഉള്ളിൽ എനിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം, അത് കഴിഞ്ഞ ദിവസം എടുത്ത ഒരു തീരുമാനം, അത് എൻ്റെ ഉള്ളിൽ സന്തോഷം പകർന്ന് എൻ്റെ ഉള്ളിൽ അങ്ങനെ തുള്ളിച്ചാടി ഇരിക്കുന്ന ആ ഒരു സന്തോഷകരമായ കാര്യം ഇദ്ദേഹം എങ്ങനെ അറിഞ്ഞു എന്നുള്ള ഒരു വലിയൊരു ഉത്കണ്ഠ എൻ്റെ ഉള്ളത്തിലുണ്ടായി. അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമാണ്, ദൈവം എന്ന് പറയുന്നത് സർവശക്തൻ. ഈ ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. കാര്യം എന്നെ മാത്രമല്ല, ഇതുപോലെ ആയിരക്കണക്കിന് 14 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരെ നന്നായി അറിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ ഇരുന്ന് ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ ഉള്ളിൽ ഭയന്നു പോയി. ഞാൻ കർത്താവിന് മുമ്പിൽ ഞാൻ എന്നെ സമർപ്പിച്ചു. അന്ന് വരെ ബൈബിൾ കോളേജ് എന്ന് പറയുമ്പോൾ എനിക്കൊരു വെറുപ്പായിരുന്നു. സത്യം പറഞ്ഞ വെറുപ്പായിരുന്നു. കാര്യം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഈ ദൈവവേലയെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെ തള്ളിക്കളഞ്ഞ ഒരു കാര്യത്തിലുള്ള ആ ഒരു അസ്വസ്ഥതയും ഉടലെടുത്ത ഒരു പ്രയാസം, അത് നമ്മളിങ്ങനെ വെറുപ്പിലേക്ക് നയിച്ചതാണ്. ആ വെറുപ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ബൈബിൾ കോളേജിൽ ആ ഒരു നിമിഷത്തെ ആ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ തന്നെ എൻ്റെ എല്ലാ വെറുപ്പുകളും എന്തെല്ലാം നെഗറ്റീവായിട്ട് എൻ്റെ ഉള്ളത്തിലുണ്ടായിരുന്നു അതെല്ലാം ആ സമയത്ത് ദൈവം പൂർണ്ണമായി എടുത്തു മാറ്റി. ഭയങ്കര ഒരു റിലീസായിരുന്നു. പുള്ളി വേറെ പിന്നെ പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ ഒരു പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം. ഞാൻ പിന്നെ ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് വിട്ടുമാറാനൊക്കാത്ത ഒരു സ്ഥലമായിട്ട് മാറി. ഞാൻ വെള്ളിയാഴ്ച പോയാലും എനിക്ക് എങ്ങനെയെങ്കിലും ഞായറാഴ്ച വൈകുന്നേരം ആവണമെന്നുള്ള ആഗ്രഹം തിരിച്ച് എന്തോ ഒരു സന്തോഷത്തിൻ്റെ ഉറവിടമായിട്ടാണ് എനിക്ക് ആ ബൈബിൾ കോളേജിനെ എനിക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത്. പിന്നെ നന്നായിട്ട് പഠിച്ചു. കാര്യം 28 വയസ്സുണ്ട്. എന്നെക്കാട്ടി ചെറുപ്പം ഒത്തിരി പിള്ളേരുണ്ട്, 18, 19, 20 വയസ്സുള്ള പിള്ളേരൊക്കെ. പക്ഷേ അവരുടെ ഇടയിലാണ് ഞാൻ പഠിക്കുന്നത്. പക്ഷേ അവരുടെ ഇടയിൽ പഠിച്ചപ്പോഴും 2ാമത്തെ വർഷവും 3ാമത്തെ വർഷവും ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള ക്യാഷ് അവാർഡൊക്കെ മേടിച്ച്. കാര്യം അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ ബൈബിൾ കോളേജിൽ നിന്നു. അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ആയി. ഞാനങ്ങനെ ദൈവത്തിന് വേണ്ടി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. ഇനി ജോലിയില്ല, ഒന്നുമില്ല, ദൈവം നടത്തും. അന്ന് ഈ ഒരു ശബ്ദം കേട്ട സമയത്ത് തുടർന്ന് ദൈവം എന്നോട്, നമ്മുടെ ഹൃദയങ്ങൾ അറിയുന്ന ദൈവമാണ്. ദൈവം എന്നോട് പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഒരു പ്രയാസം ഉണ്ടാകുന്ന നിൻ്റെ ജീവിതത്തെ അവസാനം വരെയും നിന്നെ ഞാൻ അത്ഭുതത്തോടെ നടത്തും. നീ ആരുടെയും മുമ്പിൽ ഒന്നിനും വേണ്ടി പോകാതെ ഇടവരാതെ വേണം നിന്നെ ഞാൻ അത്ഭുതത്തോടെ നടത്തുന്നു. അന്ന് മുതൽ ഇന്ന് വരെ, ഈ നിമിഷം വരെ. അപ്പോൾ എനിക്കിപ്പോൾ എന്നെ വിളിച്ച 28 വയസ്സ്, ഇന്ന് എനിക്ക് 70 വയസ്സായി. ഇത്രയും വർഷം ദൈവം ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പോയി ഇന്നൊരാവശ്യമുണ്ടെന്ന് പറയാനിട വരാതെ വേണം അത്ഭുതത്തോടെ ഇന്നും നടത്തുന്നൊരു ദൈവം. ഇന്ന് ഞാൻ ഇപ്പോൾ ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്നു. ഇപ്പം കൊല്ലത്തൊരു ന്യൂ ഫ്രണ്ടിയേഴ്സ് എന്ന് പറയുന്ന സഭയുടെ ശുശ്രൂഷകനായിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപയും ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യയുണ്ട്, ഞങ്ങൾക്കൊരു മകനുണ്ട്. മകൻ കുടുംബമായിട്ട് ഹൈദരാബാദിലാണ്.
ദൈവം ഇന്നും നല്ലവനായി തന്നെ കൂടെ ഇരുന്ന് ജയോത്സവമായി നടത്തുന്നു. ഈ ദൈവത്തിന് സകല മഹത്വം നൽകുകയാണ്. ഈ ദൈവം ഇന്നും എന്നും എന്നേക്കും മഹത്വമുള്ളവൻ തന്നെ. ആ ദൈവത്തിന് എല്ലാ ആദരവും ബഹുമാനവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ചുരുക്കുകയാണ്.